ഗായ്സ് നമ്മൾ 2 ദിവസം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. നമ്മൾ ബാംഗ്ലൂർ ഹോസ്പിറ്റലുകളൊക്കെ തപ്പി നടക്കായിരുന്നു ഞാൻ ആർദ്രയും കൂടിയിട്ട്. എനിക്ക് തോന്നുന്നു ആർദ്രയ്ക്ക് തോന്നുന്നു ഞങ്ങൾക്കാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷും കുറച്ച് എന്താ പറയുക തമിഴും അങ്ങനെ എല്ലാം കന്നഡയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് നമ്മളവിടെ 2 ദിവസം നമ്മൾ എല്ലായിടത്തും ബസ്സിനും ഓട്ടോ വിളിച്ചും ഒക്കെ നമ്മൾ എത്തി. കുറേ നടക്കുകയൊക്കെ ചെയ്തു. ബാംഗ്ലൂരിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് ട്രാഫിക് തന്നെ കേട്ടോ. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഇമ്മാതിരി ട്രാഫിക്. ചിലപ്പോൾ 2 കിലോമീറ്റർ ഉള്ളൂ, പക്ഷെ അവിടേക്ക് എത്താൻ നമുക്ക് 1 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കും. കാരണം ട്രാഫിക് നീങ്ങി പതുക്കെ. അപ്പം നമുക്ക് തോന്നും പതുക്കെ അങ്ങോട്ട് നടന്നാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ കുറേ സ്ഥലത്തേക്ക് നമ്മൾ കൂടുതൽ നടക്കുക ചെയ്തിട്ട് 1/2 മണിക്കൂറോളം നമ്മൾ നടന്ന് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമ്മൾ വേഗം ചെന്ന് ചായ കുടിക്കാൻ, നമ്മൾ 4 ആളും കൂടി പോയി ചായ കുടിക്കാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇവിടെയൊക്കെ തേരാപ്പാര കിടന്ന് വേഗം ഉറങ്ങി. പിറ്റേ ദിവസം ആകുമ്പോൾ അതേപോലെ എണീറ്റ് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങി. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, ബസ്സിൽ പോയി കഴിഞ്ഞാൽ നല്ല ടൈമും പോകും, നമുക്ക് അധികം ഹോസ്പിറ്റലിൽ കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചു, മെട്രോ പോകാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് മെട്രോ കയറുന്നത്. അങ്ങനെ നമ്മൾ 2 പേരും കൂടിയിട്ട് മെട്രോയിലായിട്ട് സെക്കൻഡ് ഡേ പോയത്. അപ്പോൾ നമുക്ക് എന്താ കുറച്ചധികം ഹോസ്പിറ്റലിൽ കവർ ചെയ്യാൻ പറ്റി. പക്ഷേ കവർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. എല്ലായിടത്തും റിജക്ഷൻ മാത്രമാണ് കിട്ടിയത്. ഫ്രഷേഴ്സിന് ആർക്കും വേണ്ട. ഫ്രഷേഴ്സിന് വേണ്ട. ആര് ചെന്നാലും എക്സ്പീരിയൻസ് ഉണ്ടോ ഇത് മാത്രമേ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഒന്നും ആയില്ല, നമ്മളിത്ര കഷ്ടപ്പെട്ട് വന്നു. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഒറ്റയ്ക്ക് ബാംഗ്ലൂർ വന്നു. ഒറ്റയ്ക്കല്ല, 2 ആളും കൂടി ബാംഗ്ലൂർ വന്നു. അങ്ങനെ നമ്മളവിടെ തിരിച്ചു പോയി. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.